എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി ആ ഒരു നോ കോണ്ടാക്റ്റ് ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ ലവറാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം. അതായത് നിങ്ങളുമായിട്ട് മുൻപ് ബന്ധമുണ്ടായിരുന്ന വ്യക്തി, എന്നാൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് അടുപ്പമില്ലാതെ നാളുകളായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അവരുടെ ഒരു എനർജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അവർ ആ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ അവസാനിപ്പിക്കുന്നത്, അവർക്ക് നിങ്ങളിലേക്ക് വരാൻ എന്തെങ്കിലും അവർക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ കാണുന്നത് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് റെസണേറ്റ് ആവും. ഇത് ഇന്ന ജെൻഡർ എന്നൊന്നുമില്ല, ഏത് ജെൻഡറിൽപ്പെട്ട വ്യക്തികൾക്കും ഇത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിക്കുന്നതെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി മറ്റൊരു ബന്ധത്തിലേക്ക് നിങ്ങളെ തള്ളി മറ്റൊരു ബന്ധത്തിലേക്ക് പോവുകയും ആ ഒരു ബന്ധം അവരെ അവസാനിപ്പിക്കാൻ പോകുന്നതാണ്. എന്തുകൊണ്ടാണ് അവരത് അവസാനിപ്പിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാർഡുകൾ എടുക്കാം. അപ്പോൾ കാർഡുകൾ ഷഫിൾ ചെയ്തെടുക്കാം. എന്തുകൊണ്ടാണ് അവർ ആ ഒരു ബന്ധം അവസാനിപ്പിക്കാൻ തോന്നുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് സ്പ്രെഡുകൾ. എനിക്കിവിടെ മനസ്സിലായത്, നിങ്ങളുടെ വാല്യൂ ആ ഒരു വ്യക്തി ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. നിങ്ങളെ ചവിട്ടി അരച്ച്, ഞാൻ ഇന്നലെ റീഡിങ് ഇട്ടായിരുന്നു, അവർക്ക് വേണ്ടി അവരുടെ കണ്ടിന്യൂവേഷനാണ്, ആ ഒരു റീഡിങ് കണ്ടവരുടെ കണ്ടിന്യൂവേഷനാണിത്. അതായത് നിങ്ങളെ ചവിട്ടി അരച്ച ഒരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി. ഒരു തേർഡ് പാർട്ടി അല്ല, നിങ്ങളുടെ വ്യക്തി. നിങ്ങളെ ചവിട്ടി അരച്ച വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ച, നിങ്ങൾക്കൊരു ഒട്ടും വാല്യൂ തരാത്തൊരു വ്യക്തിയാണ്. അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ ലവറാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, ആരായാലും ശരി, അവർ നിങ്ങൾക്കൊരു പ്രാധാന്യം, നിങ്ങളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രാധാന്യവും നിങ്ങൾക്ക് തരാതിരുന്നൊരു വ്യക്തിയാണ്. തേർഡ് പാർട്ടിയുടെ കാശിനും തേർഡ് പാർട്ടിയുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കും സ്വാർത്ഥ ലാഭത്തിനും വേണ്ടി നിങ്ങളെ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തി, നിങ്ങളെ വഞ്ചിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയ വ്യക്തി, നിങ്ങളെ നിഷ്കരുണം തള്ളിക്കളഞ്ഞൊരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയായിരുന്നു അത്. അതായത് നിങ്ങളുടെ പേഴ്സണെ മാത്രമാണ് നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബന്ധങ്ങളുടെ പുറകെ പോയി നിങ്ങളെ വഞ്ചിച്ചൊരു വ്യക്തിയാണ്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കള്ളത്തരങ്ങൾ ഇവർ മനസ്സിലാക്കിയതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി ഇവരെ വഞ്ചിച്ചു. അതായത് ഇവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും മറ്റൊരു ബന്ധത്തിലേക്ക് ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ മറ്റനവധി ബന്ധങ്ങൾ തേർഡ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ഇവരറിഞ്ഞു. അതിവരെ സംബന്ധിച്ചിടത്തോളം വളരെ അവരുടെ ആത്മാഭിമാനത്തിനൊരു ക്ഷതമേറ്റ പോലെയാണ്. അതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. അത് ബന്ധങ്ങളിലേക്ക് ആപട്യത്തിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിക്ക് തെറ്റായ ബന്ധം, വഴിവിട്ട ബന്ധം അല്ലെങ്കിൽ വഴിവിട്ട രീതിയിലുള്ളൊരു ജീവിത രീതി നയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങളുടെ വ്യക്തി അറിയുകയും അത് നിങ്ങളുടെ വ്യക്തിയെ ഒരു ആഘാതം ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് മൈൻഡ് കാർഡ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അനാവശ്യ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി, തകർന്നടിഞ്ഞു ആ ഒരു വ്യക്തി. കാര്യം നിങ്ങളെ ഇവർക്ക് ഭയങ്കര സംശയമായിരുന്നു. നിങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ എപ്പോഴും സംശയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ തെറ്റ് ചെയ്തത് അവരാണ്. ഇപ്പം മറ്റൊരു ബന്ധത്തിലേക്ക് പോയത് അവരാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുന്നു. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തെറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അവർ നിങ്ങളോട് തെറ്റ് ചെയ്തതിന് അവർക്കൊരു തിരിച്ചടി കിട്ടുന്നുണ്ട്. തേർഡ് പാർട്ടിയിലൂടെ അവർക്ക് തിരിച്ചടി ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് കർമ്മ.
തേർഡ് പാർട്ടി ഇവരെ പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. പല കള്ളത്തരങ്ങളും അവരോട് പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളാണ് എൻ്റെ ജീവൻ, നിങ്ങളാണ് എൻ്റെ സ്വപ്നം, നിങ്ങളാണ് എൻ്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് പല വഞ്ചനകളും പല കപടതകളും നടത്തിയതായിട്ട് പല കപട നാടകങ്ങളും കളിച്ചതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ, നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിൽ തേർഡ് പാർട്ടി. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബോധമൊന്നും അവർക്കില്ല. അവർ അന്ധമായിട്ട് ഈ ഒരു തേർഡ് പേഴ്സണെ വിശ്വസിച്ചിരുന്നു. പക്ഷെ അതിലിപ്പോൾ ഒരു ചതി പറ്റിയതായിട്ട് കാണുന്നുണ്ട് അവർക്ക്. അവരുടെ നിലനിൽപ്പ് പോലും ഇപ്പം ഭീഷണിയാണ്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി അവരെ അത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു വാല്യൂ തരാത്തൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. അതാരും ആയിക്കോട്ടെ, നിങ്ങളെ മനസ്സിലാക്കാത്തൊരു വ്യക്തി. അവരുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ ഇപ്പം ഇല്ലാതെ ആയിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിയുടെ. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഇത്രയും നാളും തേർഡ് പാർട്ടിയിലാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ തേർഡ് പാർട്ടിയെ പ്രതീക്ഷിച്ച് പല കാര്യങ്ങൾ തേർഡ് പാർട്ടിക്ക് അവരുടെ സ്വത്ത് കൊടുത്തു, അവരെ എല്ലാം കൊടുത്തു. സ്നേഹം മാത്രം അവിടെ നിന്ന് അവർക്ക് പക്ഷേ കിട്ടുന്നില്ല. അവരെ എല്ലാം കൊടുത്തു, തേർഡ് പാർട്ടി അതെല്ലാം ഊറ്റിയെടുത്തതായിട്ടും കാണുന്നുണ്ട് പല കാര്യങ്ങൾ ഒരു വഞ്ചനയിലൂടെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ റിബൽ കാർഡ് സൂചിപ്പിക്കുന്നത് ഇവിടെ അവർ വ്യക്തി സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടി അല്ല, തനിക്ക് താനേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് താൻ കഷ്ടപ്പെട്ടാൽ വല്ലതും ജീവിക്കാം. തേർഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി മാത്രം അവരുടെ ലൈഫിൽ വന്നതാണ്. അല്ലാതെ നിങ്ങൾ നിന്ന പോലെയൊന്നും അവർ നിൽക്കില്ല. ഒന്നിലധികം ബന്ധങ്ങളുണ്ട്. അതിലൊരു ബന്ധമായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധം കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ കണ്ണു തുറന്ന് ഇത്രയും നാൾ കണ്ണുകൾ കെട്ടിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടേത്. ഇപ്പോൾ കണ്ണ് തുറക്കുന്ന ഒരു സാഹചര്യം അവർക്ക് വന്നിട്ടുണ്ട് അവരുടെ മുന്നിൽ. അതുകൊണ്ട് തന്നെയാണ്, അതായത് സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് ആ ഒരു വ്യക്തി വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്ന് അകലുന്നത്. അതുപോലെ നിങ്ങളോട് ഒരു വികാരവും പ്രകടിപ്പിക്കാത്തൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് ആയാലും നിങ്ങളുടെ വൈഫായാലും നിങ്ങളുടെ ലവറായാലും നിങ്ങളോട് ഒരു കാര്യം ഒരു വ്യക്തി തുറന്നു പറയാത്തൊരു വ്യക്തിയാണ്. നിങ്ങളായിട്ട് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ, ഒരു വ്യക്തതയില്ലായ്മ, നിങ്ങളുടെ ഒരു സംസാരം തന്നെ ഒരു വ്യക്തതക്കുറവായിരുന്നു മൊത്തത്തിൽ. അതായത് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഇവർക്കൊരു ചതുർത്ഥി, നിങ്ങളോട് ഭയങ്കര ഒരു അവേർഷൻ എന്ന് പറയത്തില്ല, നിങ്ങളോട് എന്തൊക്കെയോ നിങ്ങൾ അവർക്ക് പറ്റിയ ഒരാളല്ല എന്നൊക്കെ കണ്ടിട്ടാണ് അവർ തേർഡ് പാർട്ടിയുടെ പുറകെ പോയത്. നിങ്ങളെക്കാൾ നല്ലത് എന്തുകൊണ്ടും തേർഡ് പാർട്ടിയാണെന്ന് വെച്ചാണ് തേർഡ് പാർട്ടിയുടെ പുറകെ പോയത്. പക്ഷെ അവിടെ എന്താണ് അവർക്ക് കിട്ടിയത്? വഞ്ചന. തേർഡ് പാർട്ടിയിൽ നിന്ന് കടുത്ത വഞ്ചനയാണ് നിങ്ങളുടെ വ്യക്തി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകുന്നത്. പണ്ടവർ തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത്, പക്ഷേ ഇപ്പോഴവർ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയാണ്. എനിക്ക് ഞാനേ ഉള്ളൂ എന്നൊരു തോന്നൽ ആ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ഇത്രയും നാളും തേർഡ് പാർട്ടി പറഞ്ഞ കള്ളങ്ങൾ പലതും വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെക്കുറിച്ചും ഒരുപാട് നുണകളും കള്ളത്തരങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വില്ലൻ അല്ലെങ്കിൽ വില്ലത്തിയായിട്ട് വന്നൊരു തേർഡ് പാർട്ടിയാണിത്. ഇത് കുടുംബവും ആകാം കേട്ടോ, വില്ലനായിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ തകർത്തെറിയാൻ കഴിവുള്ള ഒരു തേർഡ് പാർട്ടിയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ തന്ത്രപരമായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ പ്രശ്നങ്ങളുണ്ടാക്കി നിങ്ങളിൽ നിന്ന് അവരെ അകറ്റിയ ഒരു വ്യക്തിയാണ്, അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴാണ് അത് തിരിച്ചറിയുന്നത്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം, തനിക്കോണം എന്നൊക്കെ പറയത്തില്ല, അത് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഇല്ല. അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. സമ്പത്ത് പോയി, അവരുടെ പ്രശസ്തി പോയി, അവരുടെ പേരും പെരുമയും എല്ലാം നഷ്ടപ്പെട്ടു ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം കാരണം. ഇപ്പം ആകെ ഒരു നാണം കെട്ടൊരവസ്ഥയിലാണ് അവർ ജീവിച്ച് പോകുന്നത്. അവർക്കൊരു സ്വാതന്ത്ര്യവുമില്ല. അവരെ കൂട്ടിലടക്കപ്പെട്ട ഒരു കിളിയെപ്പോലെ, അവർക്കൊരു വോയിസ് ഇല്ല ആ ഒരു ബന്ധത്തിൽ. ഇവർ തേർഡ് പാർട്ടിയുടെ വരച്ച വരയിൽ നിർത്തിയിരിക്കുകയാണ് അവരെ. തേർഡ് പാർട്ടി എന്നിട്ട് പല ബന്ധത്തിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട്, പല വഴിവിട്ട ജീവിതം നയിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളെ ഒട്ടും വകവയ്ക്കാത്തൊരു വ്യക്തിയാണ്, ഒരു വാല്യൂ തരാത്തൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. അനാവശ്യമായിട്ട് മനസ്സിനെ അവർ കുഴപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെ ഈ ഒരു സാഹചര്യത്തിനെ മറികടക്കും? എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ കടുത്ത മാനസിക വേദനയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തേർഡ് പാർട്ടി ബന്ധത്തിൽ.
കടുത്ത മാനസിക സംഘർഷത്തിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. സ്വയം തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് പ്രധാനമായിട്ടും റിബൽ കാർഡ് സൂചിപ്പിക്കുന്നത്. പഴയ ചിന്തകൾ ഉപേക്ഷിച്ച് ഇത്രയും നാൾ അവരുടെ വ്യക്തിത്വം വരെയും പണയം വെച്ചാണ് അവർ ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്നത്. ഇനി അങ്ങനെ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാം ഡിവൈനിൽ സറണ്ടർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്നിട്ടൊരു ആയാസരഹിതമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിനെ, അതാണ് മൈൻഡ് കാർഡ്. അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അവർ ഒരുപാട് മനസ്സിനെ കുഴപ്പിക്കുന്നുണ്ട്, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ഇതിൽ നിന്നൊരു മോചനം വേണം. അവർക്ക് അധികം നാൾ ഇങ്ങനെ തുടരാൻ അവർക്ക് സാധിക്കില്ല. കാര്യം അവർക്ക് ഭ്രാന്തി പിടിക്കുന്ന ഒരു അവസ്ഥയാണ് തേർഡ് പാർട്ടി ബന്ധം കൊണ്ട്. അവരുടെ ജീവിതത്തിലെ പലതും മാറ്റിവെച്ചാണ്, സുഖവും സന്തോഷവും സമാധാനവും എല്ലാം മാറ്റിവെച്ചാണ് തീർച്ചയായിട്ടും അവർ ഈ ഒരു ബന്ധത്തിലേക്ക് പോയത്. അതുകൊണ്ട് അവർ പഴയ ചിന്തകൾ വെടിഞ്ഞ് ഒരു പുതിയ മനുഷ്യനാകാനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുന്നതായിട്ടാണ് റീബർത്ത് കാർഡ് സൂചിപ്പിക്കുന്നത്. ഇവിടെ അവരുടെ വ്യക്തിത്വത്തെ വരെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജീവിതത്തിൽ ഒരേപോലെയുള്ള തെറ്റുകൾ ആവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പലവട്ടം ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു മാപ്പ് കൊടുത്തായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളായിരുന്നെങ്കിൽ അവരൊരിക്കലും നിങ്ങൾക്കൊരു മാപ്പ് തരില്ല. കാര്യം അതായത് തേർഡ് പാർട്ടിയിൽ അവർ അത്രത്തോളം ആകൃഷ്ടരായിരുന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയിൽ അവർ അത്രത്തോളം ആകൃഷ്ടരായി, തേർഡ് പാർട്ടിയുടെ ആ ഒരു ലുക്കിലും തേർഡ് പാർട്ടിയുടെ പൈസയിലും. ഇവിടെ ഒരു കർമ്മ റിലേറ്റഡ് കാർഡാണ്. തേർഡ് പാർട്ടി ഇവരും തമ്മിൽ, ഞാൻ കഴിഞ്ഞ ദിവസം റീഡിങ്ങിൽ പറഞ്ഞു, കർമ്മഫലത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ആ ഒരു കാർമിക് പീരീഡ് എൻഡ് ആവുന്നതായിട്ട് തന്നെയാണ് എനിക്കിവിടെ ഈ ഒരു സെറ്റിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി ആരാണെന്നും എന്താണെന്നുമുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ബോധ്യം നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇനി ആ ഒരു ബന്ധത്തിൽ നിന്നാൽ നിങ്ങളുടെ വ്യക്തിയുടെ ജീവൻ വരെ ആപത്താകും. അങ്ങനെയാണ്, അത് എന്ത് ചെയ്യാൻ മടിക്കാത്തൊരു തേർഡ് പാർട്ടിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് ഭ്രാന്തി പിടിക്കും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിന്നാൽ വട്ടാവും. മൊത്തത്തിൽ അവർ മനസ്സിന് അനാവശ്യ ചിന്തകൾ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിനെ അനാവശ്യ ചിന്തകളിൽ പെടുത്തുന്ന ഒരു വ്യക്തിയെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ വിഷമിക്കുന്ന ഒരു വ്യക്തി, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്തൊരു വ്യക്തി. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. ഒരു പ്രതീക്ഷയും അവർക്കില്ല. ഇപ്പോൾ തേർഡ് പാർട്ടിയായിട്ടുള്ളൊരു ജീവിതത്തിൽ അമിത ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അതായത് കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ, വ്യക്തതയില്ലായ്മയാണ് ഈ ഒരു ബന്ധത്തിൽ. അപ്പോൾ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ചിന്തകൾക്ക് അവധി നൽകി തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ്. അതാണ് ഡെസ്റ്റിനി, അതാണ് വിധി. അവരുടെ മനസ്സിനെ അവരെ നിയന്ത്രിക്കാൻ അനുവദിക്കുന്ന ഒരു സിറ്റുവേഷൻ. നമുക്കറിയാം, നമ്മുടെ മനസ്സിനെ ഒരിക്കലും നമ്മളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുതെന്നാണ് ശരിക്കും പറയുന്നത്. അങ്ങനെ തരുന്നൊരു സിറ്റുവേഷനാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ന്യൂ വിഷൻ കാർഡാണ് വന്നിരിക്കുന്നത്, ലാസ്റ്റ് ബോട്ടം ഓഫ് ദി ഡെക്ക്. ഇതിൽ നിന്ന് മറികടക്കാനാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മറികടക്കണം. ഒരു സ്പിരിച്വൽ റീബർത്താണ് ആ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ പരിമിതികളിൽ നിന്നുള്ളൊരു മോചനം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പരിമിതികളിൽ നിന്നൊരു മോചനം ആ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പഴയ ചിന്തകൾ വെടിഞ്ഞ് സത്യത്തെ നേരിട്ട് കാണാൻ ആ ഒരു വ്യക്തി ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ് സത്യം? ഇത്രയും നാളും കണ്ണ് മൂടിക്കെട്ടി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതാണ് റിബൽ കാർഡ് സൂചിപ്പിക്കുന്നത്. അല്ലെ പൊളിറ്റിക്സ് കാർഡൊക്കെ. വഞ്ചനകളൊന്നും അവർക്ക് മനസ്സിലായിരുന്നില്ല ഇത്രയും നാൾ. പക്ഷെ ഇപ്പോഴവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ 4 ദിശകളിലേക്കുമുള്ള ഒരു കാഴ്ചയാണ്. ഫ്യൂച്ചറിനെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ എങ്ങനെ പോയാൽ എൻ്റെ ജീവിതം ഏത് രീതിയിലെത്തും, അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്ര. ഇരുട്ടെന്ന് പറയുന്നത് തേർഡ് പാർട്ടിയും, വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമാണ്. ഒരാന്തരിക വെളിച്ചം അവരെ പൂർണ്ണനാക്കുന്ന, അല്ലെങ്കിൽ പൂർണ്ണയാക്കുന്നത് നിങ്ങളാണെന്നുള്ളൊരു ചിന്ത അവരിൽ വരുന്നുണ്ട്, ഉടലെടുക്കുന്നുണ്ട്. ഇവിടെ റീബർത്ത് കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. കാര്യം നിങ്ങളെ ഒരുപാട് ചവിട്ടിയരച്ചൊരു വ്യക്തിയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവരെ ഉൾക്കൊള്ളാനാകും എന്നവർക്കൊരു ഉത്തമ ബോധ്യമുണ്ട്. കാര്യം നിങ്ങളുടെ അടുത്തെടുക്കുന്ന നമ്പറൊന്നും തേർഡ് പാർട്ടിയുടെ അടുത്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സമ്മതിച്ചു കൊടുക്കില്ല. കാര്യം തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല ബന്ധങ്ങളിലൊന്നാണ്. നിങ്ങളുടെ വ്യക്തിയുടെ കാശ് കണ്ടിട്ടും ഒരു താൽക്കാലിക ഭ്രമം എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. ഇവരാണ് അവരെ വിശ്വസിച്ചത്.
ഈ ഒരു വ്യക്തി ചിന്തിച്ചത് എന്താണ്, എന്നും എനിക്കൊരു കൂട്ടാകും തേർഡ് പാർട്ടി എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരിക്കലുമല്ല. അവിടെ ഇവർക്കൊരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. കാര്യം അവരുടെ വോയിസ് ഇല്ല, അവർക്ക് അവിടെ ഒന്നും പറയാനുള്ള അധികാരമില്ല. തേർഡ് പാർട്ടിയെ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു സ്ഥിതി. എത്ര നല്ലൊരു ജീവിതം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്ന് ഓർക്കണം. തേർഡ് പാർട്ടി ബന്ധത്തിൽ വന്ന് വെറും പട്ടിയുടെ ഒരു വില പോലും ആ ഒരു തേർഡ് പാർട്ടി അവർക്ക് കൊടുത്തിരുന്നില്ല. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കർമ്മയാണ്. കാര്യം അവർ ചെയ്തതിനുള്ള ഫലം അവർ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കാർമികമായിട്ടുള്ളൊരു സൈക്കിൾ എൻഡ് ആകുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അവരവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്തി പിടിക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്തു പോകും. അവരവരുടെ ജീവൻ തന്നെ വേണമെങ്കിൽ അവസാനിപ്പിച്ചേക്കാം. ആ ഒരു പേടിയുണ്ട് അവർക്ക്. അവരെല്ലാം മാറ്റിവെച്ചു. അവരുടെ സകലതും അവർ തേർഡ് പാർട്ടിക്കായിട്ട് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് തീർച്ചയായിട്ടും അവർ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാകുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരിവിടെ ഒരു റിസ്ക് എടുക്കുകയാണ് നിങ്ങൾക്കായിട്ടൊരു റിസ്ക് എടുക്കാൻ ഈ ഒരു വ്യക്തി തയ്യാറാകുന്ന ഒരു സിറ്റുവേഷൻ. കാര്യം നിങ്ങളെ അവർക്ക് വേണം. നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്തി പിടിക്കും. ഇപ്പോഴവർക്കൊരു മെൻ്റൽ സപ്പോർട്ടിന് ആരുമില്ല. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമേ അവരെ അങ്ങനെ ഇനി സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ അവർക്ക് ഒന്നുമില്ല. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു വ്യക്തി ആരും അക്സെപ്റ്റ് ചെയ്യും, നിങ്ങളല്ലാതെ വേറെ ആര്. തേർഡ് പാർട്ടി എല്ലാം അവരിൽ നിന്ന് തട്ടിയെടുത്തിട്ട് അവരെ വെറും കരിമ്പിൻ ചെണ്ടി പോലെ വലിച്ചെറിഞ്ഞായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു വില തേർഡ് പാർട്ടി കൊടുക്കാത്തത്. തേർഡ് പാർട്ടിയുടെ ലൈഫിൽ മറ്റൊരു വ്യക്തികളുള്ളതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. വെറും പട്ടിയുടെ ജീവിതം എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി ജീവിച്ചു പോകുന്ന ആ ഒരു ബന്ധത്തിൽ. പക്ഷെ ഒരു പൂർണ്ണ തിരിച്ചറിവ് വന്നൊരു വ്യക്തിയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളെ ചവിട്ടിയരിച്ചതിന് അവർക്കുള്ളൊരു കർമ്മഫലമാണ് തീർച്ചയായിട്ടും അവർ അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ അവർ മുജ്ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലം, കർമ്മത്തിൻ്റെ ഫലമാണ് അവർ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. അവരാകെ തകർന്നിരിക്കുകയാണ് കേട്ടോ. കാര്യം ആകപ്പാടെ തകർന്നു. നിങ്ങളുമില്ല, തേർഡ് പാർട്ടി ബന്ധത്തിൽ ഇങ്ങനെ തേർഡ് പാർട്ടിക്ക് വേറെ റിലേഷൻ ഉള്ളതായിട്ട് അവർ അറിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അതിൽ വഴിവിട്ട രീതിയിൽ നയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നിലധികം റിലേഷൻസ്. ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് അകന്ന് ജീവിക്കുന്ന രണ്ട് വ്യക്തികളെയാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തി. തേർഡ് പാർട്ടിക്ക് ഇവരെങ്ങനെയെങ്കിലും അവരുടെ ലൈഫിൽ നിന്ന് കഴിഞ്ഞു പോയാൽ മതി എന്നാണ് ഇപ്പം ചിന്തിക്കുന്നത്. കാര്യം ഒന്നുമില്ലാത്ത അവരെ എന്തിനാണ് തേർഡ് പാർട്ടിക്ക്? ഒന്നുമില്ലെങ്കിലും നിങ്ങൾ നല്ല പൊന്നുപോലെ സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ് ഇവർ. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴൊരു തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രമേ, കാര്യം ഒന്നുമില്ലാത്തവരെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുന്നുണ്ട്. ഒന്നുമില്ലാത്ത അവരെ നിങ്ങൾക്ക് മാത്രമേ സ്നേഹിക്കാനും സ്വീകരിക്കാനും കഴിയൂ എന്നുള്ളൊരു ഉത്തമ ബോധ്യം ആ ഒരു വ്യക്തിക്ക് ലഭിച്ചതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറാകുന്നതായിട്ടാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അവരതിനു വേണ്ടി റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. റിസ്ക് എടുക്കുകയാണ് ആ ഒരു വ്യക്തി തിരികെ വരാനായിട്ട്. അവർക്കറിയാം അതൊരു അതികഠിനമാണെന്നറിയാം. കാര്യം തേർഡ് പാർട്ടിയിൽ നിന്ന് അത്ര പെട്ടെന്ന് ഇറങ്ങിപ്പോരാനായിട്ട് പറ്റില്ല. കാര്യം പക്ഷേ എന്തിനെ നേരിടാനുള്ള ധൈര്യം അവർക്ക് സംഭരിച്ചു കഴിഞ്ഞു. ഇനി നാണം കെട്ട് ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിത്വത്തെ വരെ പണയപ്പെടുത്തുന്ന രീതിയിൽ എങ്ങനെ എത്ര കാലം നിൽക്കും ആ ഒരു ബന്ധത്തിൽ? അതുകൊണ്ട് തന്നെ അവർ ആ ഒരു തടവറയിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഇനിയും ജീവിക്കണം, സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കണം എന്നൊരാഗ്രഹിക്കുന്നുണ്ട് മനസ്സിൽ. എല്ലാം നഷ്ടപ്പെട്ടെന്നുള്ളൊരു ചിന്തയിലും അവർക്കൊരു പ്രതീക്ഷയുടെ ഒരു ചെറിയൊരു നാളം, ഒരു തിരിനാളം അവരുടെ മുന്നിലുണ്ട്. അത് നിങ്ങളാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് മാത്രമേ അവരെ ഉൾക്കൊള്ളാനാകൂ, മനസ്സിലാക്കാൻ ആകൂ എന്നവർ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു തന്നു. വഴിവിട്ട ബന്ധം, തേർഡ് പാർട്ടിയുടെ വഴിവിട്ട ബന്ധം അവർ കണ്ടുപിടിച്ചതായിട്ടും അതിൻ്റെ പേരിൽ വലിയ രീതിയിൽ കലഹങ്ങൾ നടന്നതായിട്ടും അതിൻ്റെ പേരിൽ ഇവർക്ക് ഒരുപാട് ദേഹോപദ്രവമൊക്കെ ഏൽക്കേണ്ടത് വരുന്നതായിട്ടും കാണുന്നുണ്ട്. തേർഡ് പാർട്ടിയിൽ നിന്ന് മാനസികമായിട്ട് ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട്. അവരിൽ പരലിൽ ഒരാൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തി. പക്ഷെ അതവർ വിചാരിച്ചില്ല അങ്ങനെ സംഭവിക്കുമെന്ന്. അത് തന്നെയാണ് അവരെ ഏറ്റവും വേദനിപ്പിച്ചത്. ഒരിക്കലും അവരെ വിട്ട് മറ്റൊരാളെ സ്വീകരിക്കില്ലെന്ന് അവർ കരുതി. അവർക്കൊരു നിർബന്ധമായിരുന്നു. പക്ഷെ അവിടെയാണ് ഒരു പ്രശ്നം ഉണ്ടായത്. തീർച്ചയായും അവരാകെ തകർന്നിരിക്കുകയാണ്. എല്ലാം എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് എങ്ങനെ മുന്നോട്ട് വരണം എന്ന് പോലും അറിയില്ല. പക്ഷെ എന്നിരുന്നാലും അവർക്കൊരു ധൈര്യമുണ്ട്. അവർക്ക് ഇതിനി അധിക നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് പറ്റില്ല. അവർക്ക് താല്പര്യവുമില്ല ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം. അവർക്ക് ജീവിക്കണ്ടേ എങ്ങനെയെങ്കിലും. ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാർഡുണ്ട്. ഒരു നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാം അവർ കൈയടക്കിയിട്ടും അവർക്ക് ഒരു പ്രതീക്ഷ നിങ്ങളിലാണ്. ഇപ്പോഴും നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ തിരികെ വന്നാൽ സ്വീകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തേർഡ് പാർട്ടി ബന്ധം വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഇന്നലെ റീഡ് ചെയ്തു, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അതുപോലെ എൻ്റെ റീഡിംഗ് കൊണ്ട് കുറച്ച് പേരെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഒന്നും എഡിറ്റഡ് അല്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.